എങ്ങനെ സായി ഇപ്പോൾ? ഞാൻ പറഞ്ഞു സാർ എനിക്കിതാണ് അവസ്ഥ, നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, വേദനയാണ്, നടക്കാൻ ബുദ്ധിമുട്ടല്ല, വേദന. ഞാൻ ഡോക്ടർ പറഞ്ഞു ഞാനിപ്പം പോകാൻ പറയില്ല, അയാൾക്ക് പടങ്ങ് അയാൾ പോയിക്കോട്ടെ എന്നത്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഒരു 2 ദിവസം കൂടെ നോക്കാം. നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാറ് ഞങ്ങൾക്ക് ഇതൊന്നും മാറുന്ന വരയ്ക്കും വേറൊരാളെ ഒന്ന് വയ്ക്കാൻ പറ്റുമോ? ഒരു ആര് അങ്ങനെയാണ് ഋഷഭാബയുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ പ്രൊഫഷണൽ വലിയ ട്രൂപ്പുകളിലൊന്നുമില്ല, ചെറിയ സംഭവങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ആലപ്പുഴയിൽ KPSCയുടെ നാടകം കളിക്കുന്ന സമയത്ത് അമച്വർ നാടക വേദിയിലെ അഭിനയത്തിന് നല്ല നടനുള്ള ആ ക്ലബിൻ്റെ അവാർഡ് ഋഷഭാബയ്ക്കായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം കണ്ടു, അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം എന്നെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് ആരാണ് എന്ന് ഞാൻ നോക്കി, അതാണ് പരിചയം ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിനോയി എന്ന് പറഞ്ഞിട്ട് KPSCയിൽ തബല വായിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഡിനോയ്ക്ക് അവൻ ഇവിടെ നായരമ്പലത്ത് താമസിക്കുന്നത്, ഡിനോയ്ക്ക് ഇവനെ അറിയാം, ഋഷഭാബയെ അറിയാം. അങ്ങനെയാണ് ഋഷഭാബ എന്നുള്ള ആളാണ് ഇങ്ങനെ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതെന്ന് അറിയുന്നത്. ആ ഒരു ഓർമ്മ അപ്പോൾ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ഫോർട്ട് കൊച്ചിക്ക് അടുത്താണ്, ഋഷഭാബ എന്നാണ് പേര്. അങ്ങനെ അവരന്വേഷിച്ച് വന്നപ്പം ഋഷഭാബ അവരെ ഹാപ്പിയായി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളും സന്തോഷം. അപ്പം ഞാൻ വരുന്നവരേക്ക് എന്ന് പറയാൻ തന്നെയാണ് പറഞ്ഞത് എത്തിയേക്കുന്നത്. അങ്ങനെ ഋഷഭാബയായി പുതിയ ഭഗവാനല്ല സ്വാതിരുന്ന.